We are starting the chapter 1, Orienting Yourself, the use of coordinates of class 9. ഇപ്പൊ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ നമ്പർ ലൈൻസിൽ ഓരോ നമ്പേഴ്സ് മാർക്ക് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. നമ്പർ ലൈൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ 0, അതിന്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് നമ്പേഴ്സും ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് നമ്പേഴ്സും കൊടുത്തിട്ട് ഇതിൽ റാഷണൽ നമ്പേഴ്സും ഡെസിമൽസും ഇൻഡിജേഴ്സും ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ നമ്പർ ലൈൻ എന്ന് പറയുന്നത് ഒരു 1 ഡയമെൻഷണൽ ആണ്. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് 2 ഡയമെൻഷണൽ സ്പേസ് ആണ്. അതിന് വേണ്ടിയിട്ട് 2 ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു 2 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഇതേപോലെ 2 ലൈൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. 2 ലൈൻസ് 90 ഡിഗ്രി വരുന്നത് പോലെയുള്ളതാണ് 2 ഡയമെൻഷണൽ സ്പേസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഈ ഹൊറിസോണ്ടൽ ആയിട്ട് ഉള്ള ലൈനിനെ വിളിക്കുന്ന പേരാണ് എക്സ് ആക്സിസ് ആൻഡ് ദ വെർട്ടിക്കൽ ലൈൻ ഈസ് കോൾഡ് ദ വൈ ആക്സിസ്. And the point of intersection of this x-axis and y-axis is called the origin, and it is denoted by using the letter O. Okay, point of intersection is called the origin. ഇനി ആ ഒറിജിനിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന പോയിന്റുകൾ പോസിറ്റീവ് ആണ്. അതേപോലെ വേർഡ്സും മാർക്ക് ചെയ്തേക്കുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിലും ഡൗൺവേർഡ്സിലും മാർക്ക് ചെയ്യുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഇനി ഇവിടെ ഉള്ള ഓരോ പോയിന്റുകളും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആ പോയിന്റുകൾ എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് ആ പോയിന്റുകൾ ഉള്ളത് എന്ന് നോക്കിയിട്ടാണ്. അപ്പൊ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും. അതായത് എക്സ് കോമ വൈ, ആദ്യം എക്സിന്റെ വാല്യൂ എഴുതും, അതിനുശേഷം വൈ വാല്യൂ എഴുതും. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് കോഓർഡിനേറ്റ്സ്. ആ ഒരു പോയിന്റ് ഇപ്പൊ 1,2 അല്ലെങ്കിൽ 3,4 ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനകത്തുള്ള പോയിന്റുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് കോഓർഡിനേറ്റ്സ്. അതിൽ ഈ ഫസ്റ്റ് കിടക്കുന്ന പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഈസ് കാൾഡ് ദ എക്സ് കോഓർഡിനേറ്റ്. അതായത് ആ എക്സിന്റെ വാല്യൂ എത്രയാണ് എന്ന് പറയുന്നതാണ് എക്സ് കോഓർഡിനേറ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് ദ വൈ കോഓർഡിനേറ്റ്. അപ്പൊ എക്സ് കോഓർഡിനേറ്റിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. എക്സ് കോഓർഡിനേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അബ്സീസ ആൻഡ് വൈ കോഓർഡിനേറ്റ് ഈസ് നോൺ ആസ് ദ ഓർഡിനേറ്റ്. അപ്പൊ അതും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇങ്ങനെ ഒരു പോയിന്റ് തന്നിട്ട് റൈറ്റ് ദ അബ്സിസ ആൻഡ് ഓർഡിനേറ്റ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് കിടക്കുന്നതാണ് അബ്സിസ ആൻഡ് ദ സെക്കൻഡ് വാല്യൂ ഈസ് ദ ഓർഡിനേറ്റ്. ഓക്കെ, അപ്പൊ ഇനി ആദ്യം നമുക്ക് ഈ ആക്സിസിനകത്ത് ഓരോ പോയിന്റുകൾ വന്നാൽ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, അതിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സപ്പോസ് ദാറ്റ് there is a point A in this mark. ഇവിടെ ഒരു പോയിന്റ് എ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സ് എഴുതുന്നത് ആദ്യം എക്സ് കോർഡിനേറ്റ് എഴുതണം, പിന്നെ വൈ കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പം ഈ ഒറിജിനിൽ നിന്നും അത് എത്ര ദൂരെയാണ്, എക്സിൽ അത് എത്ര ദൂരെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഈ ഒറിജിനിൽ നിന്നും അത് എത്ര ദൂരെയാണ്, ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 യൂണിറ്റ്. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് ഈ ഇവിടെ നിന്ന് അത് വൈയിലേക്ക് എത്ര ദൂരം എന്നുള്ളതാണ്. ഈ വൈ വാല്യൂ ഇങ്ങോട്ട് പോകുമ്പോഴാണല്ലോ വൈ വാല്യൂ വരുന്നത്. പക്ഷെ ഇത് എക്സ് കോർഡിനേറ്റിൽ എക്സ് ആക്സിസിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് അതിന് വൈ വാല്യൂ ഇല്ല. അവിടെ വൈ വാല്യൂ എത്രയാണ്, 0 ആണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ മേളോട്ട് പോയെങ്കിൽ മാത്രമേ, ഇവിടെ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് y1 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ എക്സ് ആക്സിസിൽ തന്നെ ആയതുകൊണ്ട് അവിടെ വൈ വാല്യൂ 0 ആണ്. ഇതാണ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിലോ അതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ എഴുതാം, 3,0. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 3 ആണ്. സോ ദിസ് ഇസ് 3 ആൻഡ് വൈ വാല്യൂ 0 ആണ്. ഇവിടെയാണ് പോയിന്റ് എങ്കിൽ ദാറ്റ് ഈസ് 5,0. ഇനി ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിലോ ഇവിടെയാണ് പോയിന്റ് എങ്കിൽ ദാറ്റ് ഈസ് -2,0. ആൻഡ് ഇഫ് ദിസ് ഇസ് ദ പോയിന്റ് that is -5,0. ഈ എക്സ് ആക്സിസിലുള്ള ഏതൊരു പോയിന്റിന്റെയും ഈ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 0 ആയിരിക്കും. അതിന്റെ എക്സ് കോർഡിനേറ്റ് എഴുതുന്നത് ഈ ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ആണോ, പോസിറ്റീവ് സൈഡിലേക്കാണെങ്കിൽ പോസിറ്റീവ് നമ്പർ എഴുതുക, നെഗറ്റീവ് സൈഡിലേക്കാണെങ്കിൽ നെഗറ്റീവ് നമ്പർ എഴുതുക. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെയാണ് വൈ ആക്സിസിൽ. വൈ ആക്സിസിലുള്ളതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ വാല്യൂ എന്ന് പറയുന്നത് ഈ നമ്പർ തന്നെ എഴുതുക,
0,1. ഇതാണ് പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? 0,3. ഇവിടെയാണെങ്കിലോ ദിസ് ഇസ് 0,-2. അപ്പൊ ആ ഒരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ് ആക്സിസിലാണെങ്കിൽ y കോർഡിനേറ്റ് is 0. ഇൻ y ആക്സിസ് ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് is 0. ഈ ആക്സിസിൽ വരുന്ന പോയിന്റുകൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് ഒറിജിൻ, ഈ ഒറിജിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? അത് രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ അവിടെ രണ്ട് എക്സിന്റെ വാല്യൂ y വാല്യൂം എന്താണ്? 0 ആണ്. സോ കോർഡിനേറ്റ്സ് ഓഫ് ദ ഒറിജിൻ is 0,0 ആയിരിക്കും. ഈ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു പ്ലെയിൻ, ഈ ഒരു സ്പേസ്, ഇത്രയും ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ ഓർ കോഓർഡിനേറ്റ് പ്ലെയിൻ. കാർട്ടീഷ്യൻ പ്ലെയിൻ ഓർ കോഓർഡിനേറ്റ് പ്ലെയിൻ ഓർ എക്സ് വൈ പ്ലെയിൻ. എക്സ് ആക്സിസും വൈ ആക്സിസും വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് അതിനെ എക്സ് വൈ പ്ലെയിൻ എന്നും വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാർട്ടീഷ്യൻ പ്ലെയിൻ അല്ലെങ്കിൽ കോഓർഡിനേറ്റ്സ്. കാര്യം ഇതിനകത്ത് എഴുതുന്ന പോയിന്റിനെ നമ്മൾ കോഓർഡിനേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് കോഓർഡിനേറ്റ് പ്ലെയിൻ എന്നും വിളിക്കും. അപ്പൊ നമ്മളിവിടെ ഈ ഒരു പ്ലെയിനിനെ ഈ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചപ്പോൾ അത് എത്ര പാർട്ടായിട്ട് ഡിവൈഡഡ് ആയിട്ടുണ്ട്? ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ് അല്ലേ? ഇവിടെ ഒരു പാർട്ട് ഉണ്ട്, ദെൻ സെക്കൻഡ് വൺ, തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഈ പ്ലെയിൻ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഓരോ പാർട്ടിനെയും വിളിക്കുന്ന പേരാണ് ക്വാഡ്രൻസ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വാഡ്രന്റ്, ദിസ് ഇസ് സെക്കൻഡ് ക്വാഡ്രന്റ്, ദിസ് ഇസ് തേർഡ് ആൻഡ് ദിസ് ഇസ് ദ ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, പിന്നെ ഈ ഓരോ ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റുകൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. അത് ഇവിടെയാണ് ഒരു പോയിന്റ് വരുന്നതെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്? ആ പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് നോക്കാം, അവിടെ നിന്നും വൈ ആക്സിസിലേക്കും ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ ആദ്യം നമ്മൾ എഴുതുന്നത് എക്സ് ആണ്. അതായത് ഈ പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ് വന്ന് ടച്ച് ചെയ്യുന്നത്? 1-ലാണ് അല്ലേ? Then in y axis 1. So that the coordinate of that point is 1,1. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ എങ്ങനെയാ അത് എഴുതുന്നത്? ആദ്യം അതിന്റെ എക്സ് കോർഡിനേറ്റ് വേണം എഴുതാൻ. എക്സ് കോർഡിനേറ്റ് എഴുതണമെങ്കിൽ അവിടെ നിന്ന് അത് വന്ന് എക്സ് ആക്സിസിൽ എവിടെ ടച്ച് ചെയ്യുന്നു നോക്കുക. സോ ദാറ്റ് ഈസ് 3 and y coordinate is 2. So that point is 3,2. അപ്പൊ നോക്കി, ഈ 3 എന്ന് പറയുന്നത് വൈ ആക്സിസിൽ നിന്നും അതിന്റെ ഡിസ്റ്റൻസ് ആണ് അല്ലെ? വൈ ആക്സിസിൽ നിന്നും എത്ര ദൂരെയാണ് എന്നുള്ളതിനെയാണ് നമ്മൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. എക്സ് കോർഡിനേറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ വൈ ആക്സിസ്. ആൻഡ് വൈ കോർഡിനേറ്റ് 2 ആണ്. വൈ കോർഡിനേറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസിൽ നിന്നും എത്രയാണോ അത് മുകളിലേക്ക് വന്നേക്കുന്നത് അതാണ് അവിടുത്തെ വൈ എന്ന് പറയുന്നത്. വൈയിൽ നിന്നും എത്ര ദൂരെയാണോ അത് പോയേക്കുന്നത് അതാണ് അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അത് എളുപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ പോയിന്റിൽ നിന്നും എക്സിൽ എവിടെയാണോ അത് വന്ന് ടച്ച് ചെയ്യുന്നത് അതിനെ എക്സ് കോർഡിനേറ്റ് ആയിട്ടും വൈയിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അത് വൈ കോർഡിനേറ്റ് ആയിട്ടും എഴുതുക. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് എഴുതി കഴിഞ്ഞാൽ ഇതെന്ത് വരും? ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ദാറ്റ് ഈസ് 4,1. Now the coordinate of this point is അത് ആദ്യം എക്സ് വേണം എപ്പോഴും എഴുതാൻ. എക്സ് ആക്സിസിൽ എവിടെ വന്ന് ടച്ച് ചെയ്യുന്നു നോക്കുക. ദാറ്റ് ഈസ് at -4,2. -4,2. And if this is the point, -6,1 in third quadrant. If this is the point, അവിടെയും ആദ്യം എക്സ് ആക്സിസ് വേണം നിങ്ങൾ നോക്കാനായിട്ട്. എക്സ് ആക്സിസിൽ അത് എവിടെ വന്ന് ടച്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് -4, -2. And if this is the point, -5, -1. And in the fourth quadrant, if there is a point, 4, -2. Then if this is the point,
എക്സ് ആക്സിസ് 6, നെഗറ്റീവ്. അപ്പൊ ഈ രീതിയിലാണ് പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആ പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുക, അതെവിടെയാണോ ടച്ച് ചെയ്യുന്നത് അത് വേണം ആദ്യം എഴുതാൻ. ദെൻ വൈ ആക്സിസിലേക്ക് വരയ്ക്കുക, അതെവിടെയാണോ ടച്ച് ചെയ്യുന്നത് അത് രണ്ടാമത് എഴുതുക. അപ്പൊ ഇങ്ങനെ ഈ പോയിന്റുകൾ മാർക്ക് ചെയ്തപ്പോ നോക്കിയേ, ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റുകളെല്ലാം എന്താണ്, അവിടെ എക്സും പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ അവിടെ ഏതൊരു പോയിന്റ് മാർക്ക് ചെയ്താലും അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പ്ലസ് പ്ലസ് ആണ്, പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോഴോ, സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോ എക്സ് കോർഡിനേറ്റ് എന്താണ് എപ്പോഴും, എക്സ് കോർഡിനേറ്റ് ഈസ് നെഗറ്റീവ് ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് പോസിറ്റീവ്. കാര്യം ലെഫ്റ്റ് സൈഡില് എക്സ് നെഗറ്റീവ് അല്ലേ, ഈ സൈഡിൽ വരുമ്പോഴത്തേന് എക്സിന്റെ വാല്യൂ ഫുള്ള് നെഗറ്റീവ് ആണ്, പക്ഷെ ഇവിടെ വൈ മുകളിലേക്ക് വൈ പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് എക്സ് നെഗറ്റീവ് ആൻഡ് വൈ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റ് വരുമ്പോഴോ, തേർഡ് ക്വാഡ്രന്റ് വരുമ്പം എക്സിന്റെയും ഫുൾ വാല്യൂ നെഗറ്റീവ് ആണ്, വൈയുടെയും ഫുൾ വാല്യൂ നെഗറ്റീവ് ആണ്. സോ ബോത്ത് ആർ നെഗറ്റീവ്. ആൻഡ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോഴോ, അവിടെ എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. എക്സ് പോസിറ്റീവ് ആൻഡ് വൈ നെഗറ്റീവ്. അപ്പോൾ ഈ ഒറിജിന്റെ റൈറ്റ് സൈഡിൽ എപ്പോഴും എക്സ് പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ എക്സ് നെഗറ്റീവ് ആയിരിക്കും. ഒറിജിന്റെ അപ്വേർഡ്സ് വൈ പോസിറ്റീവ് ആയിരിക്കും, ഡൗൺവേർഡ്സിൽ വൈ എപ്പോഴും നെഗറ്റീവും ആയിരിക്കും. അപ്പൊ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അത് നോക്കണം, രണ്ട് നമ്പറും പോസിറ്റീവ് ആണെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും, എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആണെങ്കിൽ അത് സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരിക്കും, എക്സും നെഗറ്റീവ് വൈയും നെഗറ്റീവ് ആണെങ്കിൽ അത് തേർഡ് ക്വാഡ്രന്റ് ആയിരിക്കും, എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൺ ദ ഫോർത്ത് ക്വാഡ്രന്റ് ആയിരിക്കും.